إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فيا عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹധന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എപ്പോഴും അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്ര രഹസ്യമായി എത്ര മറച്ചു വച്ചാലും അത് റബ്ബ് അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അവരിൽ നിന്നും ഒന്നും മറച്ചു വെക്കുവാൻ നമുക്ക് കഴിയില്ല എന്ന തിരിച്ചറിവോടുകൂടി യഥാർത്ഥ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോട് ബാധ്യതയുള്ളതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് ആ നിലക്ക് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ജുമുഅക്ക് പള്ളിയിലെത്താറുണ്ട്. പരമാവധി ദീനിൻ്റെ കാര്യങ്ങളിൽ നമ്മളാൽ കഴിയുന്ന വിധം ഇടപെടാറുണ്ട്. തഖ്വ ആർജിച്ചെടുക്കുവാൻ, യഥാർത്ഥ ഒരു മുത്തഖിയായിക്കൊണ്ട് ജീവിക്കുവാൻ അങ്ങേയറ്റം നമ്മൾ പരിശ്രമിക്കാറുണ്ട് എന്നതാണ് നമ്മുടെ വാദം. ഞാനൊരു മുത്തഖിയല്ല എന്നാരും സ്വയം പറയുകയില്ല. അങ്ങനെ തഖ്വ നേടിയെടുക്കുന്നവർക്കാണ് സ്വർഗമെന്നും അത്തരക്കാരെയാണ് റബ്ബ് ഏറെ സ്നേഹിക്കുന്നത് എന്നുമൊക്കെ നമ്മൾ പലവരും കേട്ടവരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. എന്തിനാ നീ ഇത്ര ദീനീപരമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്? ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ രൂപത്തിലൊക്കെയുള്ള ഹറാമുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതിനെ വലിയ രൂപത്തിൽ പേടിക്കുന്നത് എന്തിനാണ്? തഖ്വ നഷ്ടപ്പെടാതിരിക്കാൻ, സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസാരിഉ, നിങ്ങൾ ധൃതി കാണിച്ചു വരണം. എങ്ങോട്ടാണ് ധൃതി കാണിക്കേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്ന ആ റബ്ബിൻ്റെ അടുക്കൽ നിന്നുമുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം.
നമ്മുടെ ഒരു സാധാരണ മനോഗതി, ഒരു ക്ലാസ്സിന് വിളിച്ചാൽ, ഒരു ദീനി മജ്ലിസിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ കൂടെ വരാൻ ആരാണ് ഉണ്ടാവുക നമ്മൾ നോക്കും. നമ്മളൊരു ബൈക്കെടുത്ത് പോകുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മളവിടെ ഉണ്ടാവില്ല. അത് ഇത്ര മണിക്ക് പറഞ്ഞാൽ ഇത് ഇത്ര മണിക്കാണ് തുടങ്ങുക, അതുകൊണ്ട് ഇത്ര മണിക്ക് പോയാൽ മതി എന്നതാണ് നമ്മുടെ ഒരു മനോഭാവമെങ്കിൽ അത് നമ്മൾ തിരുത്തണം. അല്ലാഹു തആല പറയുന്നത് വസാരിഉ, മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, പാപമോചനം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. എനിക്കാദ്യം അവിടെ എത്തണം, ജുമുഅക്ക് പള്ളിയിൽ എനിക്കാദ്യം എത്തണം, നിസ്കാരത്തിൻ്റെ ജമാഅത്തിന് എനിക്കാദ്യം എത്തണം, ദീനിൻ്റെ ഒരു മജ്ലിസ് ഉണ്ട് എങ്കിൽ അവിടെ ഞാൻ ആദ്യം എത്തണം എന്ന ഒരു ദൃഢനിശ്ചയം, ഒരു ബോധ്യം നമുക്കുണ്ടാകണം. തീർന്നിട്ടില്ല. അല്ലാഹു തആല പറയുന്നുണ്ട് വജന്നത്തിൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം. എല്ലാവരും പോയി അവസാനം ഇങ്ങനെ മടി കാണിച്ച് ഇങ്ങനെ ചടപ്പിച്ച് ഇങ്ങനെ നമ്മൾ പോവുക, അതല്ല നമ്മുടെ രീതി. ധൃതി കാണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മൾ മത്സരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ സ്വർഗമാകട്ടെ, അതിൻ്റെ വിശാലത എന്നുള്ളത് അർളുഹ സമാവാതു വൽ അർള്, അത് നമുക്ക് സങ്കല്പിക്കുന്നതിലപ്പുറത്താണ്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഭാവനകൾക്കും എത്രയോ അപ്പുറത്ത്. അർളുഹ സമാവാതു വൽ അർള്, ആകാശഭൂമിയോളം അല്ല അതിനേക്കാളും വിശാലമായ റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം. ധാരാളക്കണക്കിന് ആളുകൾ അതിനുവേണ്ടി അഹോരാത്രം അശ്രാന്തമായ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത്. മത്സരിക്കണം നമ്മൾ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലാഹു തആല ആ സ്വർഗം ഒരുക്കി സംവിധാനിച്ച് വച്ചിട്ടുള്ളത് തഖ്വ പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ദീനി രംഗത്ത് സജീവമായി നിൽക്കുന്നത്, ഒരു മുസ്ലിം എന്ന ഐഡൻറ്റിറ്റി നമ്മൾ കൊണ്ട് നടക്കുന്നത് നമുക്ക് തഖ്വ കിട്ടാനാണ്, സ്വർഗം കിട്ടാനാണ്, മരണാനന്തര ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അതിൽ നമുക്കൊരു മത്സര ബുദ്ധി വേണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുത്തഖീങ്ങൾ ആരാണ്? തഖ്വ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഹറാമുകൾ കാണാതിരിക്കുന്ന ആളുകൾ, തിന്മയിലേക്ക് പോകാതിരിക്കുന്ന ആളുകൾ, സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഇടപെടുന്ന വിഷയങ്ങളിൽ പരമാവധി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അത് തന്നെയാണ് തഖ്വ. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തഖ്വ എന്നുള്ളത് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ദീനിൻ്റെ മാർഗത്തിലൊരു പിരിവിന് വേണ്ടി ആളുകൾ വരുമ്പോൾ നമ്മൾ പറയും ഇപ്പോൾ നല്ല ടൈറ്റാണ്, ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എത്ര വലിയ കോടീശ്വരനും എല്ലാ കാലത്തും ടൈറ്റ് തന്നെയാണ്. പൈസ ഇല്ലാത്തവനക്കും ടൈറ്റ് തന്നെയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ടൈറ്റുള്ളപ്പോഴും ലൂസുള്ളപ്പോഴും അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കണം. ഞെരുക്കത്തിലും എളുപ്പത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ അവരാണ് മുത്തഖീങ്ങൾ. തീർന്നില്ല. വൽ കാളിമീനൽ ഗൈദ്, കോപത്തെ വിഴുങ്ങുന്ന ആളുകൾ. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മാനുഷികമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ് കോപം എന്നുള്ളത്. കോപം വരാനേ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കോപിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലാണ് എന്നില്ല. മറിച്ച് കോപമുണ്ടാകും, അത് മനുഷ്യ സഹജമാണ്. മനുഷ്യനായി ജീവിക്കുമ്പോൾ നിനക്ക് കോപമുണ്ടാകും, അത് നിന്നിലേക്ക് കടന്നു വരുന്നൊരു വികാരമാണ്. ആ സമയത്ത് ക്ഷമ വേണം, അതിനെ പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയണം. കളമ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ക്ഷമിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു കോപമുണ്ടായാൽ പറയാനുള്ളത് മുഴുവനും നമ്മൾ പറയും. നമ്മുടെ കോപം അടങ്ങുന്നത് വരെ നമ്മൾ മുഴുവൻ ഇങ്ങനെ പറയും. നമുക്ക് ചെയ്യാനുള്ളത് മുഴുവനും നമ്മൾ ചെയ്യും. അവസാനം നമ്മുടെ പറയാനുള്ള വാക്കുകളൊക്കെ അവസാനിച്ചാൽ നമ്മൾ പറയും, ഇനി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് പറയും. പറയാനുള്ളത് മുഴുവനും പറഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ അങ്ങേയറ്റം മാനസികമായ ഒരു സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ടാകും. എന്നിട്ട് ഈ ചങ്ങായി പറയും, ഇനി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, ഇതിപ്പോൾ പൊയ്ക്കോ, ഞാൻ വിട്ടിരിക്കുന്നു പറയും. ഒക്കെ പറഞ്ഞിട്ട് അവസാനം പറയും, ഞാൻ ഇപ്പോൾ വിട്ടിരിക്കുന്നു പറയും. പക്ഷേ അസ്വബുറു എൻ്റെ സ്വതുമത്തിലൂല, ആദ്യം കോപം ഇങ്ങനെ ഉണ്ടായി വരുന്ന സമയത്ത് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. വലിയൊരു ജിഹാദാണ് അത്. പറയുന്ന ഞാനായിരുന്നാലും കേൾക്കുന്ന നിങ്ങളായിരുന്നാലും എല്ലാവരും അതിൽ അങ്ങേയറ്റം പരിശ്രമിക്കൽ അനിവാര്യമാണ്. കളമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ട് ക്ഷമിക്കലല്ല, പൂർണ്ണമായി കൊണ്ട് വിഴുങ്ങുക. ഒരിറ്റ് ചോറ് താഴെ വീഴാതെ നീ കഴിക്കണമെന്ന് കുട്ടിയോട് പറയുന്നത് പോലെ പൂർണ്ണമായി കൊണ്ട് ആ കോപത്തെ പിടിച്ചു വെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. വൽആഫീന അനിന്നാസ്, ക്ഷമിച്ചു ശരി തന്നെ, പക്ഷേ അതിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുക. എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുമ്പോൾ തക്കം പാത്ത് നടക്കുന്നത് പോലെ എപ്പോഴെങ്കിലും ഒരവസരം വീണ് കിട്ടിയാൽ, പണ്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് എന്നോട് നീ ഇങ്ങനെ കാണിച്ചല്ലോ, അതുകൊണ്ടാണ് നിനക്കിങ്ങനെ വന്നത് എന്ന് പ്രതികാരം ചെയ്യാനുള്ള ഒരു മനോഭാവമായി കൊണ്ട് നടക്കുക, അതും ശരിയല്ല. മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെയും
ആ സ്വർഗ്ഗമൊരുക്കി വെച്ചിട്ടുള്ള ആ മുത്തഖീങ്ങളുടെ സവിശേഷതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. താബിഈ പണ്ഡിതനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വരികയാണ്. നമുക്കറിയാം, അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിഥികളെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അവർക്ക്. നമ്മുടെ ഒരു മനോഭാവമല്ല. അവരുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നല്ല രൂപത്തിൽ എല്ലാം കൊടുത്തുകൊണ്ട് അവരെ സൽക്കരിക്കും. അങ്ങനെ അവർക്ക് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് വേലക്കാരിയായ അടിമപ്പെണ്ണിൻ്റെ കയ്യിൽ നിന്നും ചൂടുള്ള ഒരു കറി അത് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിലേക്ക് വീണു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിൻ്റെ അതിഥികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കുപ്പായത്തിലേക്ക് വേലക്കാരിയുടെ അടുത്ത് നിന്നൊരു അപാകത സംഭവിച്ചു. അദ്ദേഹത്തിന് ദേഷ്യപ്പെടാനും തല്ലാനുമൊക്കെ എല്ലാ തരത്തിലുള്ള അവകാശവും ദുനിയവിയായിക്കൊണ്ടുണ്ട്. അദ്ദേഹം അടിക്കാൻ വേണ്ടി കയ്യോങ്ങിയപ്പോൾ ആ വേലക്കാരിയായ പെണ്ണ് പറയുന്നുണ്ട്, യാ മൗലായ് ഇഅ്മൽ ബിഖൗലില്ലാ, യജമാനനെ അള്ളാഹുവിൻ്റെ കൗല് കൊണ്ട് താങ്കൾ അമല് ചെയ്യണം. ഒരു അടിമപ്പെണ്ണ് ഒരു യജമാനനെ അതിഥികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. നമ്മളാണെങ്കിലോ, നീ എന്നെ ഉപദേശിക്കാൻ ആളായോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇരട്ടി തല്ലും. അദ്ദേഹം കേൾക്കുകയാണ് അവൾ എന്താണ് പറയുന്നത്. വൽ കാളിമീനൽ ഗൈദ്, ആകാശഭൂമിയോളം വിശാലമായ ഒരു സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമൊരുക്കി വെച്ചിട്ടുള്ളത് കോപത്തെ പൂർണ്ണമായി കൊണ്ട് വിഴുങ്ങിക്കളയുന്ന ആളുകൾക്ക് ക്ഷമിക്കുന്നവർക്കാണ് എന്നൊക്കെ ആ അടിമപ്പെണ്ണിങ്ങനെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഖദ് ഫഅൽത്, ഞാനത് ചെയ്തിരിക്കുന്നു. അദ്ദേഹം അടിക്കാനോങ്ങിയ കൈ താഴ്ത്തിയിട്ടുവെന്ന ശേഷം ആ പെണ്ണ് പറയുന്നുണ്ട്, വസ്തഅമിൽ മാ ബഅദഹു, ആ പെണ്ണ് വിടുന്നില്ല. അവൾ പറയുന്നുണ്ട്, അതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞത് കൂടി താങ്കൾ ഉപയോഗത്തിൽ കൊണ്ടുവരണം. എന്താണ് റബ്ബ് പറഞ്ഞത്? വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്ക് നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കോപം പിടിച്ചു വെക്കുന്ന വിഷയത്തിലും മാപ്പ് കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ എന്തിന് മാപ്പ് കൊടുക്കണം? ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, എനിക്ക് മാപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവനാണല്ലോ തെറ്റുകാരൻ, അവൻ്റെ ഭാഗത്താണല്ലോ തെറ്റുള്ളത്. പ്രിയപ്പെട്ടവരെ, മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം. അദ്ദേഹം പറയുന്നുണ്ട്, ഖദ് ഫഅൽത്, ഞാനത് ചെയ്തിരിക്കുന്നു. ഈ ആയത്തിൻ്റെ അവസാനത്തെ ഭാഗം വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നാണ്. ഇഹ്സാൻ ചെയ്യുന്നവരെ, മുഹ്സിനീങ്ങളായ ആളുകളെ, സുഹൃതവാന്മാരെ, നന്മകൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുമെന്ന് ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെ നന്മ ചെയ്താൽ അള്ളാഹുവിന് അവരെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഒരു അരവരി ആയത്ത് കൊണ്ട് ഒരു പെണ്ണ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന സുന്ദരമായ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ച വേറെ ഏത് ആദർശത്തിനാണ് ഇങ്ങനെ കാണിക്കാൻ കഴിയുക? വേറെ ആർക്കാണ്? ഖുർആനിലല്ലാതെ ഇങ്ങനെ ഒരു വരി കാണിക്കാൻ വേറെ ആർക്കാണ് കഴിയുക? ആ ഖുർആനാണ് നമ്മുടെ കൈകളിലുള്ളത്. ആ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നമ്മളെ ഒരാൾ ഉപദേശിച്ചാൽ, എന്നെ ഉപദേശിക്കാൻ നീ ആരാടാ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത് നിർത്തിക്കൊണ്ട് ആ ഉപദേശങ്ങൾക്ക് ചെവിക്കൊണ്ട് ആ ഉപദേശങ്ങൾ എന്നോട് എന്താണ് പറയുന്നത്, അത് റബ്ബിൻ്റെ കലാമാണ് എങ്കിൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് എങ്കിൽ, അത് ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എങ്കിൽ അതിലങ്ങേയറ്റം ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും ശക്തമായ ജിഹാദാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി കൊണ്ട് അഫ്ളലു ജിഹാദ്, ഏറ്റവും ശക്തമായ, ഏറ്റവും ശ്രേഷ്ഠമുള്ള ജിഹാദാണ് തൻ്റെ ശരീരത്തിൽ കോപമുണ്ടാകുന്ന സമയത്ത് അതിനെ പിടിച്ചു വെക്കുക. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ ജിഹാദ് എന്ന് പറഞ്ഞത്. കഠിനമായ ഒരു പരിശ്രമം നമുക്ക് ആ വിഷയത്തിൽ വേണം. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല എല്ലാവരും നമ്മളോട് പെരുമാറുക. നമുക്ക് അങ്ങനെ ഒരു വാശി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എല്ലാവരും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും എല്ലാ സമയത്തും നമുക്ക് കാണാനും കേൾക്കാനും സുഖമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുകയും ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ, നമുക്ക് കാണാൻ ഇഷ്ടമല്ലാത്ത, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെയും ക്ഷമിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ മിൻ ജുർഅത്തിൻ അഅ്ലമു അജ്റൻ ഇൻദല്ലാഹി മിൻ ജുർഅത്തി ഖൈലിൻ കലമഹാ അബ്ദുൻ ഇബ്തിഗാ വജ്ഹില്ലാ. ഒരു മനുഷ്യൻ സഹിച്ച് പിടിച്ചു വെക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മളിങ്ങനെ സഹനം അനുഭവിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പിടിച്ചു വെക്കാറുണ്ട്. പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ ഒരു മനുഷ്യൻ അത്തരത്തിൽ സഹിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ കോപത്തെ അവൻ പിടിച്ചു വെക്കുകയാണ് എങ്കിൽ അതിനേക്കാളും വലിയ ഒരു സഹനം ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ ക്ഷമിക്കും. ഇപ്പോഴാണ് നമ്മൾ ക്ഷമിക്കുക. കോപിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ മേലുദ്യോഗസ്ഥനായിരിക്കും, നമ്മുടെ മുതിർന്ന ആളുകളായിരിക്കും, മാതാപിതാക്കളായിരിക്കും. അങ്ങനെ നമ്മൾ കോപിച്ചു കഴിഞ്ഞാൽ വലിയ ഇടങ്ങേറ് നമുക്ക് തന്നെ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ക്ഷമിച്ചു എന്ന് സ്വയം പറഞ്ഞു നടക്കുക. അങ്ങനെയല്ല.
നമുക്ക് ആ വന്ന കോപത്തെ അതിങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കെ വഹുവ ഖാദിറുൻ അലാ യുൻഫിദഹു, അവൻ ആ കോപത്തെ പ്രകടിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കെ അതിനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ദഅല്ലാഹു അലാ റൂസിൽ ഖലായിക് യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ആ മനുഷ്യനെ കഴിവുണ്ടായിരുന്നിട്ടും കോപിക്കാൻ അർഹതയുണ്ടായിരുന്നിട്ടും അവൻ്റെ ഭാഗത്തല്ല തെറ്റുകയെന്നറിഞ്ഞിട്ടും അതിനെ പിടിച്ചു വെച്ച മനുഷ്യനെ സർവ്വചരാചരങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് മുന്നിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവനെ ആദരിക്കുമെന്നാണ്. ഹൂർലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുമെന്നാണ്, നിനക്ക് ഇഷ്ടമുള്ളത് എത്രയും തിരഞ്ഞെടുക്കാം. സുബ്ഹാനല്ലാഹ്. പരലോകത്ത് എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ആ വ്യക്തി ആദരിക്കപ്പെടുന്ന സുന്ദരമായ ഒരു കാഴ്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്കിൽ ആ റസൂലിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എത്രയോ അവസരങ്ങളിൽ കോപിക്കാൻ അർഹതയുണ്ടായിരുന്നിട്ടും അവകാശമുണ്ടായിരുന്നിട്ടും കഴിവുണ്ടായിരുന്നിട്ടും ക്ഷമിച്ചതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ക്ഷമ പുറത്ത് കാണിച്ചതിൻ്റെ പേരിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ എത്രയോ ആളുകൾ പറയുന്നുണ്ട്, എത്രയോ ലഘുലേഖകൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്, എത്രയോ സീഡികൾ നമ്മൾ പണ്ട് മുതലേ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൊല്ലാൻ വന്ന ശത്രുക്കളെ പിടിച്ചു കെട്ടിയിട്ടതിന് ശേഷം ഒരക്ഷരം പോലും മിണ്ടാതെ ക്ഷമിച്ചതിൻ്റെ പേരിൽ, റസൂലിൻ്റെ ആ ഒരു സ്വഭാവ ഗുണം കണ്ടതിൻ്റെ പേരിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു സ്വഭാവ ഗുണം നമ്മളും ജീവിതത്തിൽ പുലർത്തി പോരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അലീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. ഉസല്ലി വഉസല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്നും അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പൈശാചികമായ ഒരു വികാരമാണ് കോപം എന്നുള്ളത്. എല്ലാ മനുഷ്യർക്കും അത് കടന്നു വരികയും ആ സമയത്ത് അതിനെ പിടിച്ചു വെക്കേണ്ടതിൻ്റെ മഹത്വവും ശേഷം ജനങ്ങൾക്ക് മാപ്പ് നൽകുന്ന വിഷയവുമാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ഉപദേശം തേടുന്ന ചരിത്രം നമുക്കറിയാം. ഔസിനി യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ ഒന്ന് ഉപദേശിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഒരുപാടൊന്നും ഉപദേശിച്ചിട്ടില്ല, ഒരൊറ്റ വാക്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറ, ആ സ്വഹാബി വരെ ആവർത്തിച്ച് ചോദിച്ചു എന്നാണ് മറ്റൊരു ഉപദേശം. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞ മറുപടി, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഇങ്ങനെ ചോദിക്കുന്നു റസൂലുള്ളാഹി ഇങ്ങനെ മറുപടി, നീ കോപിക്കരുത്. ഗളബ് എന്നുള്ളത്, കോപം എന്നുള്ളത് പൈശാചികമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. കോപമുണ്ടാകുന്ന സമയത്ത് അതിനെ പിടിച്ചു വെക്കണം, അത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിടരുത്. അതിങ്ങനെ ആളുകൾ നമ്മളുമായി കൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ അവരിങ്ങനെ ഇടപഴകുന്ന സമയത്ത് അവരുടെ ജീവിതം ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമുക്ക് കോപമുണ്ടാകും. അപ്പോഴൊക്കെയും അതിനെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വലിയൊരു വിജയമാണ് നാളെ പരലോകത്ത് നമുക്ക് വരാനിരിക്കുന്നത്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അസ്ലു ശർരി വൽദുൽമി അൽ ഗൈൽ, എല്ലാ ഷർറിൻ്റെയും എല്ലാ ദുൽമിൻ്റെയും അസ്ല് എന്നുള്ളത് കോപമാണ്. വലിയ യുദ്ധങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ലോകത്ത് കഴിഞ്ഞു പോയ വലിയ വലിയ യുദ്ധങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന വലിയ യുദ്ധങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചാൽ, നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, കൊലപാതകങ്ങൾ അതുപോലെയുള്ള പ്രവണതകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിൻ്റെയൊക്കെ അസ്ല് കോപമാണ്, ദേഷ്യമാണ്. അയാളോട് ദേഷ്യമുണ്ടാകുമ്പോൾ, അയാളോട് കോപമുണ്ടാകുമ്പോൾ അയാളോടുണ്ടായിരുന്ന സ്നേഹം അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് വലിയ അക്രമത്തിലേക്ക് മനുഷ്യനിങ്ങനെ കടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. ഇനി കോപത്തെ പിടിച്ചു വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ പിശാച് ഇങ്ങനെ ഓർമ്മിപ്പിക്കും, പണ്ട് നിന്നെ കോപിപ്പിച്ചവനാണ്, നിനക്ക് ദേഷ്യമുണ്ടാക്കിയവനാണ്, അതുകൊണ്ട് തിരിച്ചതുപോലെ പ്രതികാരം ചെയ്യണം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് മാപ്പ് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഫഅഫു വസ്ഫഹു,
മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. വഅൻ തഅഫു അഖറബു ലിത്തഖ്വ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, വഅൻ തഅഫു അഖറബു ലിത്തഖ്വ, നിങ്ങൾ മാപ്പ് കൊടുക്കൽ അത് തഖ്വയോട് ഏറ്റവും അടുത്തൊരു വിഷയം. നമ്മൾ പറഞ്ഞു മുത്തഖീങ്ങളുടെ സവിശേഷതയാണ് കോപിക്കുമ്പോൾ, കോപം ഇങ്ങനെ വരുമ്പോൾ അതിനെങ്ങനെ പിടിച്ചു വെക്കുക. അസ്സബ്റു ഇൻദ സദമത്തിൽ ഉല, തുടക്കത്തിൽ തന്നെ ക്ഷമ കൈക്കൊള്ളുക. അതുപോലെ തന്നെ തന്നെ കോപിപ്പിച്ചവരോട് മാപ്പ് കൊടുക്കുക, തന്നെ ഉപദ്രവിച്ച ആളുകളോട് ക്ഷമിക്കുക. അത് തഖ്വയുടെ അടയാളമാണ്, അത് മുത്തഖീങ്ങളുടെ സവിശേഷതയാണ്, അത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. അങ്ങനെ നീ ക്ഷമിക്കൽ, അങ്ങനെ നീ മാപ്പ് കൊടുക്കൽ, അങ്ങനെ നീ ഒരു സ്വബറിൻ്റെ ആളായി മാറൽ, അത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ മാപ്പ് കൊടുക്കൂ, വിട്ടുവീഴ്ച ചെയ്യൂ. അലാ തുഹിബ്ബൂൻ അയ്യഗ്ഫിറല്ലാഹു ലക്കും. നോക്കൂ, നിങ്ങൾ റമദാനിൻ്റെ അവസാനത്ത് നമ്മൾ പ്രാർത്ഥിച്ചുവല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഒരുപാട് അക്രമങ്ങൾ നമ്മൾ റബ്ബിനോട് ചെയ്തു. ബിസ്മി പറയാതെ നമ്മൾ എത്രയോ ഭക്ഷണങ്ങൾ കഴിച്ചു, ബിസ്മി പറയാതെ എത്രയോ തവണ നമ്മൾ വെള്ളം കുടിച്ചു. ഇതിനൊക്കെ ശേഷം നമ്മൾ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എത്രയോ തവണ പറയാൻ നമ്മൾ മറന്നു. ഉറങ്ങുന്ന സമയത്തുള്ള ദിക്റുകൾ പറയാൻ നമ്മൾ മറന്നു. എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയാൻ നമ്മൾ മറന്നു. എപ്പോഴൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രതികാരം ചെയ്തിട്ടില്ലല്ലോ, നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. നമ്മൾ എത്രയോ അക്രമങ്ങൾ ചെയ്തിട്ടും അല്ലാഹു തആല നമുക്ക് ഇപ്പോഴും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അത് നീ ഇഷ്ടപ്പെടും, പക്ഷെ നമുക്കത് ഇഷ്ടമല്ല. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അവനത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണേ. അള്ളാഹു തആല പറയുന്നത് നിങ്ങളും വിട്ടുവീഴ്ച ചെയ്യണം, നമുക്കത് പറ്റൂല, നമുക്കത് ഇഷ്ടവുമല്ല. നമ്മൾ പറയും ക്ഷമ എൻ്റെ ഡിക്ഷണറിയിലില്ല, ക്ഷമ എന്ന വാക്ക് എൻ്റെ നിഘണ്ടുവിലില്ല എന്നൊക്കെ ഭംഗിക്ക് നമ്മളിങ്ങനെ പറയും, അഹങ്കാരത്തിന് നമ്മളിങ്ങനെ പറയും. അത് നല്ലൊരു വർത്തമാനമല്ല, അത് നല്ലൊരു പ്രവണതയല്ല. കാരണം നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ പോയിരുന്നുകൊണ്ട് നമ്മൾ കരയുന്നുണ്ട്, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയതൊക്കെ നീ കണ്ടവനാണ്, അറിഞ്ഞവനാണ്. അല്ലാഹുവേ ഞാൻ അറിയാത്തത് ഞാൻ ഓർക്കാത്തതുമായ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്ത് എന്നോട് നീ മാപ്പ് നൽകണേ എന്ന് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമുക്ക് മാപ്പ് കിട്ടണമെങ്കിൽ, അള്ളാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ ജനങ്ങളോടും പുറത്തു കൊടുക്കേണ്ടതുണ്ട്. അവർ ചെയ്ത അക്രമങ്ങൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മാപ്പ് കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരുന്നതിന് അവരിഷ്ടപ്പെടുന്നില്ല. അവർ മാപ്പ് കൊടുക്കട്ടെ, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ. അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് അവരാഗ്രഹിക്കുന്നില്ലേ? അവർക്കത് ഇഷ്ടമില്ലേ? അവർക്കത് വേണ്ടേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിക്കുന്നു. നോക്കൂ, നിങ്ങൾ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന അഹ്സനൻ നാസി ഖുലുഖ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താണ് പ്രത്യേകത? വലാ യജ്സി ബിസയ്യിഅതി അസ്സയ്യിഅ, ഇങ്ങോട്ടൊരാൾ മോശമായി കൊണ്ട് പെരുമാറിയാൽ, നേരത്തെ പറഞ്ഞ വിഷയമാണ്, ഇങ്ങോട്ട് എങ്ങനെയാണോ അടിക്കടി തിരിച്ചടി എന്ന രൂപത്തിലല്ലായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ, മറിച്ച് ഇങ്ങോട്ടൊരാൾ മോശമായി കൊണ്ട് പെരുമാറിയാൽ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. വലാക്കിൻ, പക്ഷേ യഅഫു വ യസ്ഫഹ്, റസൂലുള്ളാഹി തങ്ങൾ ക്ഷമിക്കുമായിരുന്നു, മാപ്പ് നൽകുമായിരുന്നു. ആ പ്രവാചകൻ്റെ പിൻഗാമികളാണ് നമ്മളെങ്കിൽ, ആ പ്രവാചകൻ്റെ പാത പിൻപറ്റുന്നവരാണ് നമ്മളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഒരു സവിശേഷത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മളൊക്കെയും തഖ്വ നേടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല നൽകുന്ന ഉപദേശമുണ്ട്, സിൽ മൻ ഖതഅക്. വലിയ ഒരു പ്രശ്നമാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. കുടുംബ ബന്ധങ്ങൾ അതിങ്ങനെ മുറിഞ്ഞു പോകുന്നൊരവസ്ഥ. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്, നിസ്സാരമായ കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലത്തോളം തെറ്റിപ്പിണങ്ങി നിൽക്കുന്ന എത്രയോ ആളുകൾ, കുടുംബ ബന്ധങ്ങൾ, അയൽപ്പക്ക ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ആദർശ ബന്ധങ്ങൾ പോലും അതിൻ്റെ പേരിൽ, ചെറിയ കാരണങ്ങളുടെ പേരിൽ ഇങ്ങനെ തെറ്റിപ്പിരി നിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, സിൽ മൻ ഖതഅക്, ഇങ്ങോട്ട് മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് അവൻ എന്നെ വിളിച്ചിട്ടില്ല, അവനാണ് എന്നോട് പിണങ്ങിയത്, അവനാണ് എന്നെ ഒഴിവാക്കുന്നത്, അവനാണ് എന്നെ അകറ്റുന്നത്, ആയിക്കോട്ടെ, സിൽ, നീ അങ്ങോട്ട് ബന്ധം ചേർക്കണം. എന്നോട് ബന്ധുന്നില്ലല്ലോ, എന്നെ വിളിക്കുന്നില്ലല്ലോ, എന്നെ ഒന്നിനും ക്ഷണിക്കുന്നില്ലല്ലോ, എന്നെ പരിഗണിക്കുന്നില്ലല്ലോ, എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് മാറിപ്പോകലല്ല. ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കാനാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. വഅഅതി മൻ ഹറമക്, നമുക്ക് ഇങ്ങോട്ട് തരാതെ തടഞ്ഞു വെക്കുന്ന ആളുകൾ, നമ്മുടെ ഹക്കായ കാര്യങ്ങൾ നമുക്ക് തരാതെ തടഞ്ഞു വെക്കുന്ന ആളുകൾ, നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകൾ, അവരോടൊക്കെയും നമ്മൾ മാപ്പ് കൊടുക്കണം. വഅഫു അമ്മൻ ദലമക്, നിന്നെ ഉപദ്രവിച്ച ആളുകൾ, നിന്നോട് ദുൽമ കാണിച്ച ആളുകൾ, അവർക്ക് നീ മാപ്പ് കൊടുക്കണം. നിനക്ക് തരാതെ തടഞ്ഞു വെച്ച ആളുകൾ, അവർക്ക് എന്തെങ്കിലും നിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതുണ്ട് എങ്കിൽ അവർക്ക് നീ അത് കൊടുക്കണം. പ്രിയമുള്ളവരെ,
നമ്മളോട് അക്രമം കാണിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ ക്ഷമിക്കണം. ഈ ക്ഷമ എന്നുള്ള സവിശേഷത ജീവിതത്തിൽ നമുക്കുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത തിന്മകളും അല്ലാഹു തആല നമുക്ക് പുറത്തു തരും, നമുക്ക് അല്ലാഹു തആല മാപ്പ് നൽകുമെന്നുള്ള ഒരു സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാകും. നമ്മൾ ആരോടും ക്ഷമിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ആർക്കും മാപ്പ് കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മളെ ഓർക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ആ ഒരു തരത്തിലാണ് അവരുടെ മനസ്സിലേക്ക് നമ്മുടെ സ്വഭാവം പോകുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെയാണ് അല്ലാഹു തആല മാപ്പ് നൽകുക? നമ്മുടെ പാപങ്ങൾ എങ്ങനെയാണ് പൊറുക്കപ്പെടുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്നും മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ, സ്വർഗ്ഗപ്രവേശനം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, റസൂലേ, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും നരകത്തിൽ നിന്നും വിദൂരത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലാ തഗ്ളബ്, അള്ളാഹ് കോപിക്കാതിരിക്കണമെങ്കിൽ, അള്ളാഹിൻ്റെ കോപം നിനക്ക് വരാതിരിക്കണമെങ്കിൽ നീ ആരോടും കോപിക്കരുത്, നീ ആരോടും ദേഷ്യപ്പെടരുത്, നീ നിൻ്റെ കോപത്തെ പിടിച്ചു വെക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേഷ്യം വരുന്ന സമയത്ത്, കോപമുണ്ടാകുന്ന സമയത്ത് ഇതിനെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് അത് ഞാനൊന്ന് മാപ്പ് കൊടുത്താൽ ആളുകൾ എന്താ പറയുക? ഞാൻ ക്ഷമിച്ചു കൊടുത്താൽ, ഞാൻ വിട്ടുകൊടുത്താൽ ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയും, അല്ല കുറേ വർത്താനം പറഞ്ഞതാണല്ലോ, ഇത്ര നാൾ അഹങ്കരിച്ച് നടന്നതാണല്ലോ, ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ ചൊറിയാനും കളിയാക്കാനും വരും. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, മാപ്പ് കൊടുത്തത് കൊണ്ട് ഒരടിമയുടെ ഒരു മുത്തും കൊഴിഞ്ഞു പോകില്ല. ഇല്ലാ ഇസ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്സത്ത് ഉയർത്താതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്ന സമയത്ത്, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ആദർശവേളകളിൽ, പള്ളികളിലൊക്കെ തന്നെയും ഇടപെടുന്ന സമയത്തൊക്കെയും കോപമുണ്ടാകുന്നതുണ്ട് എങ്കിൽ അവിടെയൊക്കെ അതിനെ പിടിച്ചു വെക്കുകയും ക്ഷമിക്കുവാനും മാപ്പ് നൽകുവാനും അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മുന്നേറുവാൻ, ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അവൻ്റെ മഗ്ഫിറത്തിലേക്കും മത്സരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോപമുണ്ടാകുന്ന സമയത്ത് അതിനെ പിടിച്ചു വെക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമിക്കുവാനും മാപ്പ് നൽകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരികയും തെറ്റിപ്പേര് നിൽക്കുന്ന ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹവും സുൽഹും ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.